അവരുടെ ആ ഉദ്ദേശം തകർത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ കശ്മീരികളാണ്. അതിൽ ആ കൊല്ലപ്പെട്ട മനുഷ്യൻ, ആ കുതിരസവാരിക്കാരൻ, അദ്ദേഹം മുതൽ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഇവരുടെ ശ്രമത്തിനിടയിൽ, ഈ വിക്ടിംസിൻ്റെ ശ്രമത്തിനിടയിൽ അവരെ സഹായിച്ച അവിടുത്തെ സാധാരണ കശ്മീരികൾ വരെയുള്ള മനുഷ്യരാണ്. നമ്മൾ കുറേ ദൃശ്യങ്ങൾ കണ്ടതാണ്. ബസ്സുകളിലൊക്കെ കയറിയിരിക്കുന്ന ആൾക്ക് കുടിവെള്ളവും ഭക്ഷണവും കൊണ്ട് എത്തിക്കുന്നവർ. ഇന്ന് ഞാൻ ആരതി പറയുന്നൊരു കാര്യമുണ്ടല്ലോ, 2 ഡ്രൈവർമാരെ കുറിച്ച്. അവർ വിമാനത്താവളത്തിൽ വെച്ച് നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. കാരണം എൻ്റെ സ്വന്തം സഹോദരന്മാരെ പോലെയാണ് അവർ എന്നോട് പെരുമാറിയത് എന്ന് പറയുന്നു. അതായത് ഈ കശ്മീരിലുള്ള സാധാരണ മനുഷ്യന്മാർ, അത് ജമ്മുവിലായാലും കശ്മീരായാലും സാധാരണ മനുഷ്യന്മാർ നന്മയുള്ള മനുഷ്യർ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് എടുത്തു പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുമെന്ന് കരുതുക, ഇപ്പോൾ കേരളത്തിലൊരു ടെറർ അറ്റാക്ക് ഉണ്ടാവുകയാണെന്ന് കരുതുക, പുറത്തു നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകളിലൂടെ വന്നു, അവർക്കെതിരെ ടെറർ അറ്റാക്ക് ഉണ്ടാവുകയാണ്. നമ്മൾ മലയാളികൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതുപോലെയൊക്കെ തന്നെ കശ്മീരിലും പ്രതികരിച്ചിട്ടുള്ളൂ. മലയാളികൾ ഇങ്ങനെ തന്നെയൊക്കെയാണ് ചെയ്യുക. ആ വിക്ടിംസിനെ സഹായിക്കുക, അവരെ വീട്ടിലെത്തിക്കാൻ സഹായിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ കശ്മീരിലെ കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് അവിടെ നിലനിൽക്കുന്ന ഒരു വിഘടനവാദം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ വിഘടനവാദം എന്ന് പറയുന്നത് അത് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കശ്മീരികൾ എന്ന് പറയുമ്പോൾ കശ്മീരിന് പുറത്തുള്ള ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ നിന്ന് വേർപിരിയാൻ വേണ്ടി ഇന്ത്യക്കെതിരെ സായുധമോ അല്ലാത്തോ ആയ സമരങ്ങൾ ചെയ്യുന്ന ആളുകളെന്ന ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ കശ്മീരികൾ എന്താണ് ചിന്തിക്കുന്നത്? കശ്മീരികൾക്ക് ഇന്ത്യയിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല, അവർ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന ഒരു പെർസെപ്ഷൻ കശ്മീരിന് പുറത്തുള്ളതുകൊണ്ടാണ് കശ്മീരികളുടെ നന്മയെക്കുറിച്ച് നമ്മളിങ്ങനെ അമിതമായി പറയേണ്ടി വരുന്നത്. അങ്ങനെ പറയേണ്ട കാര്യമില്ല, അതർവൈസ് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ കശ്മീരികളെല്ലാം ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയല്ല. അത് അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസ്, അവർ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം, സ്വതന്ത്രമായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിലൊരു ഫാക്ഷൻ, സയ്യിദ് അലി ഷാ ഗിലാനിയെ പോലുള്ള ഒരു ഫാക്ഷൻ, അങ്ങനെ സ്വാതന്ത്ര്യം നേടിയാൽ മാത്രം പോരാ, പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇനി അങ്ങനെയല്ല, ഇന്ത്യയോടൊപ്പം നിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ കോൺഫറൻസ്, അവിടുത്തെ CPM, PDP, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ഷൻസ് ഇന്ത്യയോടൊപ്പം നിൽക്കണം എന്ന് തീരുമാനമുള്ളവരാണ്. അപ്പോൾ കശ്മീരികളെല്ലാം ഒരു മോണോലിത്തിക് ആയിട്ടുള്ള അഭിപ്രായമുള്ളവരല്ല അക്കാര്യത്തിൽ. പക്ഷേ അവർക്ക് ഒരു കാര്യത്തിൽ ഏകാഭിപ്രായമുണ്ട് എന്ന് തോന്നിക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ. അതെന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു നയതന്ത്ര യുദ്ധത്തിൻ്റെ ഇരകളായി തങ്ങൾ മാറുന്നു. അതായത് കശ്മീരിനെ ചൊല്ലിയാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. കശ്മീർ ആരുടേതാണ് എന്ന കാര്യത്തെ ചൊല്ലിയാണ്. പക്ഷേ ഇത് ഉന്നയിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് നമ്മുടെ പ്രഖ്യാപിത നിലപാട്. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാകുന്നത് പോലെ കശ്മീരികളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാവണ്ടേ? തീർച്ചയായും. ആ ലാൻഡിന് വേണ്ടിയുള്ള തർക്കം മാത്രമല്ല, മനുഷ്യർക്ക് വേണ്ടിയുള്ള തർക്കം കൂടിയാവണ്ടേ അത്? ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള തർക്കത്തിൽ അവരെ കൂടി നമ്മൾ കേൾക്കണ്ടേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ, ദേശീയോദ്ഗ്രഥനം, നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് കുറേ ഭൂമി നമ്മുടെ ദേശത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതല്ല, ആ മനുഷ്യരുടെ മനസ്സുകൂടി നമ്മുടെ ദേശത്തിൻ്റെ ഭാഗമാവുക, നമ്മളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണെങ്കിൽ അതിന് ബോധപൂർവമായ ഇടപെടൽ വേണ്ടതുണ്ട്. ആ ബോധപൂർവമായ ഇടപെടൽ എപ്പോഴൊക്കെ കശ്മീരിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ കശ്മീർ ശാന്തമാണ്. ആ ബോധപൂർവമായ ഇടപെടൽ എന്ന് പറയുന്നത് ഡയലോഗ്സാണ്. ആ ഡയലോഗുകളിലൂടെ അവരെ കേൾക്കുന്നതിലൂടെ മാത്രമേ അവിടെ ആരെങ്കിലും ആയുധം എടുക്കുന്നുണ്ടെങ്കിൽ അവരെ താഴെ വെപ്പിക്കാൻ കഴിയൂ. അങ്ങനെ കേൾക്കുന്ന സമയങ്ങളിലെല്ലാം അവിടെ ശാന്തമായിരുന്നു. അതേസമയം അവരെ കേൾക്കാതെ അവിടെ നിന്നുള്ള വിമത ശബ്ദങ്ങളെ ജയിലിലടച്ചപ്പോൾ ഓർക്കപ്പോൾ ഈ ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ നടക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ആയുധം കൈകൊണ്ട് വരാത്ത രാഷ്ട്രീയ പ്രവർത്തകർ എത്ര പേർ വീട്ടുതടങ്കലിലായിരുന്നു. ഉമർ അബ്ദുള്ള ഉൾപ്പെടെ വീട്ടുതടങ്കലിൽ നിന്ന് താടിയൊക്കെ നീട്ടി വളർത്തി പുറത്തിറങ്ങി നിൽക്കുന്ന ഉമർ അബ്ദുള്ളയുടെ ചിത്രം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഒരിക്കലും വിഘടനവാദിയല്ല, അദ്ദേഹം ഇന്ത്യയോടൊപ്പം കശ്മീർ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. എന്തിനാണ് അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയത്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിലുള്ളതുപോലെ തമിഴ്നാട്ടിലുള്ളതുപോലെ മഹാരാഷ്ട്രയിലും UP-യിലും എല്ലാം ഉള്ളതുപോലെ സാധാരണ മനുഷ്യർ നന്മയുടെ വക്താക്കളാണ്, അവർ മനുഷ്യസ്നേഹമുള്ളവരാണ്. അതുപോലെയുള്ളൊരു മനുഷ്യസ്നേഹമേ കശ്മീരിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ കശ്മീരിൽ കൂടുതൽ നന്മയുണ്ടെന്നോ അവർക്ക് കൂടുതൽ മാലാഖമാരാണെന്നോ അല്ല പറയുന്നത്. പക്ഷേ അവരെക്കുറിച്ച്, അവരുടെ നന്മയെക്കുറിച്ച് ഈ സന്ദർഭത്തിലും അവരെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലാണ്. ആ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് യഥാർത്ഥത്തിൽ ഈ ഡിബേറ്റ് ഉണ്ടാക്കാൻ കാരണം. എങ്കിൽ ആ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മനസ്സിലാക്കി ആ മണ്ണ് മാത്രമല്ല ആ മനസ്സുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെതാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്.